ഹലോ മക്കളെ, പരീക്ഷാ ചൂടിലാണ് അല്ലേ? 25-ാം തീയതി നമ്മുടെ സയൻസിൻ്റെ എക്സാമാണ് നമുക്ക് മുന്നിൽ വരുന്നത്. സോ വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള തയ്യാറെടുപ്പ് പ്രിപ്പറേഷൻസ് നിങ്ങളെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ ലഭിക്കും, അത് ഉറപ്പാണ്. സോ കൃത്യമായി സൈലത്തെ ഫോളോ ചെയ്യുക. സോ ഇന്ന് സാർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടു തമ്പനയിൽ ഡയഗ്രാംസിനെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ബയോളജിയിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും പ്രധാനപ്പെട്ട ഡയഗ്രാംസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൊണ്ട് നോക്കാം. അതോടൊപ്പം തന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നത് കുറച്ചൊരു എക്സാമ്പിൾസിലൂടെയൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ. ഒരുപാട് തവണ സാറിനോട് മക്കൾ ചോദിച്ച റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ആരും മടിക്കരുത്. കാരണം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. സോ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതി തന്നെയാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. സോ നമുക്ക് ആരംഭിക്കാം ഈ ഒരു ഡയഗ്രാം ബേസ്ഡ് സെഷൻ. സോ ഇവിടെ ആദ്യം നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇനി ഒരു കാരണവശാലും ഡയഗ്രത്തെ അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയഗ്രാം വരക്കാൻ ആവശ്യപ്പെടാവുന്ന ഘട്ടം ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡയഗ്രാംസ് വരക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ചെറിയ ചെറിയ ഡയഗ്രാംസ് ഒക്കെ നമുക്ക് വരക്കാൻ ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം കാണുന്നു മുന്നിൽ. ഡയഗ്രാംസ് വരക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിർബന്ധമായും പെന്ന് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. പെന്ന് ഉപയോഗിക്കാതിരിക്കുക, പെൻസിൽ കരുതുക. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ പെൻസിലും അതുപോലെ തന്നെ ഷാർപ്നർ, ഇറൈസർ എന്നിവ കയ്യിൽ കരുതണം. നിർബന്ധമാണ്. ഒരു സ്കെയിലും കൂടി കയ്യിൽ കരുതിക്കോളൂ. നിർബന്ധമാണ്. പെൻസിൽ, ഇറൈസർ തുടങ്ങിയ വസ്തുക്കൾ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോയിരിക്കണം. ഡയഗ്രാംസ് വരക്കുന്ന സാഹചര്യത്തിൽ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഡയഗ്രാംസ് വരക്കാം. അതുപോലെ തന്നെ നമ്മൾ ഷാർപ്പൻ ചെയ്യാൻ ഷാർപ്നറും കയ്യിൽ കരുതുക കേട്ടോ. ഡയഗ്രാംസ് കുറച്ചുകൂടി ഷാർപ്പും നീറ്റുമായി നമുക്ക് വരക്കാൻ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. സോ അതിനുവേണ്ടി നിങ്ങൾ ഷാർപ്നറും അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ ഇറേസറും കയ്യിൽ കരുതുക, നിർബന്ധം. ഓക്കെ അല്ലേ? പിന്നെ സാറിന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഡയഗ്രാം തന്നുകൊണ്ട് ഒരു പക്ഷേ റീഡ്രോ ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഡയഗ്രാം വരക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പേജിൻ്റെ ഒരു 1/4 ഭാഗമെങ്കിലും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമല്ലോ നിങ്ങൾ. അതായത് ഇപ്പോൾ ഒരു പേജ്, ഇതൊരു പേജാണ്. ഓക്കെ, അപ്പോൾ ഈ പേജിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിന് 3/4 പേജ് ബാക്കിയുണ്ട്. 1/4 ഭാഗം പേജും ബാക്കിയുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയഗ്രാംസ് വരക്കാം, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ ഡയഗ്രാംസ് വരക്കാനും ലേബൽ ചെയ്യാനും സാധിക്കും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഇൻ കേസ് ഒരു പേജിൻ്റെ, ശ്രദ്ധിക്കണേ, ഒരു പേജിൻ്റെ ഒരു 3/4 നിങ്ങൾ എഴുതി കഴിഞ്ഞു, കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ എങ്കിൽ, വലിയ ഫിഗർ ആണെങ്കിൽ നിങ്ങൾ അവിടെ അത് ഉൾക്കൊള്ളിക്കരുത്. കാരണം ആ ഒരു ഫുൾഫിൽനെസ് ആ ഡയഗ്രത്തിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റില്ല, ലേബലിങ് ബുദ്ധിമുട്ടാവും. സോ കൺജസ്റ്റഡ് ആയി നമ്മൾ ഒരു കാരണവശാലും ഡയഗ്രാംസ് വരക്കരുത്. ഓക്കെ, ചെറിയ ഡയഗ്രാംസ് ഒക്കെ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വളരെ ചെറിയ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ സ്റ്റൊമാറ്റയുടെ ഓപ്പണിങ് ക്ലോസിങ്, ഇങ്ങനെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഡയഗ്രാം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് ചെറിയൊരു സ്പേസ് മതിയാവും. അപ്പോൾ ചെറിയ ഡയഗ്രാംസ് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അത് വരക്കാൻ നമുക്കത് ഉപയോഗിക്കാം. അതല്ലാതെ വലിയ രീതിയിൽ ലേബലിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1/4 ഭാഗം സ്പേസിലേക്ക് നമ്മൾ ഡയഗ്രത്തെ കൊണ്ടെത്തിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലേബലിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് ലേബൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും. സോ ആ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ, മനസ്സിൽ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ നമ്മൾ ഡയഗ്രാം വരച്ച് കഴിയുമ്പോൾ ഡയഗ്രാംസ് ലെഫ്റ്റ് സൈഡിലും ലേബലിങ്സ് റൈറ്റ് സൈഡിലും ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭംഗി ആ ഉത്തരക്കടലാസിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും, കാണാൻ കുറച്ച് നീറ്റായിരിക്കും.
നോക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ഇംപ്രഷൻ കിട്ടാൻ അത് സഹായിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ന്യൂറോണിൻ്റെ ഫിഗർ കൊടുത്തിരിക്കുന്നു. ഡയഗ്രാംസ് കൃത്യമായി റൈറ്റ് സൈഡിലും ലേബലിങ്സ് എല്ലാം തന്നെ ഡയഗ്രാം ലെഫ്റ്റ് സൈഡിലും ലേബലിങ്സ് എല്ലാം തന്നെ റൈറ്റ് സൈഡിലും കൊടുക്കുന്നത് കൊണ്ട് തന്നെ കാണാനും കുറച്ചുകൂടി ഭംഗിയുണ്ട്. പെട്ടെന്ന് തന്നെ പേപ്പർ നോക്കുന്ന ആൾക്ക്, വാല്യൂ ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് നോക്കി ഓരോ ലേബലിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ആക്ച്വലി ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് സാധാരണ രീതിയിൽ ജനറലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ടാവാം. ഒന്നുകിൽ അത് ലേബൽഡ് ഡയഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ അൺലേബൽഡ് ഡയഗ്രാം ആയിരിക്കും. എന്നിട്ട് ആ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. അപ്പോൾ ലേറ്റസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡിലും പിന്നെ കുറേ മുന്നേ ഒക്കെ ചോദിച്ച ചോദ്യ പേപ്പറുകൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഡയഗ്രാംസ് വരക്കാനും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ചെറിയ ഫോർ എക്സാമ്പിൾ ന്യൂറോണിൻ്റെ ഫിഗർ വരക്കാനായിരുന്നു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റൊമാറ്റയുടെ ഫിഗർ, ഓപ്പൺ സ്റ്റൊമാറ്റ, ക്ലോസ്ഡ് സ്റ്റൊമാറ്റ വരക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതൊക്കെ നമുക്ക് വരക്കാൻ പറ്റും. സോ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മൾ ഡയഗ്രാംസ് ഒന്ന് വരച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് പണ്ട് മുതലേ ക്ലാസ് എടുക്കുന്ന വേളയിൽ തന്നെ സാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തു വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് ഈ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ബയോളജി അല്ലെങ്കിൽ നമ്മുടെ സയൻസിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളിലേക്ക് ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം കൊടുത്തിട്ട് ഡൈജഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുക. അപ്പോൾ ഒരു റിലേറ്റഡ് ടോപ്പിക്ക് നമുക്ക് നല്ലോണം അറിയാമെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പെട്ടെന്ന് എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അധിക സമയം എടുക്കത്തില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മാർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. 1 വേർഡ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അധികം നമുക്ക് എഴുതാൻ വേണ്ടി ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയത്തിൽ മികച്ച മാർക്ക് നേടാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെയധികം കുട്ടികളുടെ പ്രിയപ്പെട്ടതായി മാറുന്നു എന്നുള്ളൊരു മറ്റൊരു സത്യമാണ്. ഓക്കെ, ഇനി ജനറൽ ഗൈഡ് ലൈൻസ് തരാൻ എനിക്കുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. ഇതെന്നും പറയുന്നത് പോലെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നന്നായിട്ട് ചോദ്യം വായിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് തിരക്കില്ല. ഓക്കെ, നമ്മൾ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും ഒരുപാട് ചോദ്യങ്ങളും സൈലത്തിൻ്റെ കൂടെയും അല്ലാതെയോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നേരെ വായിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മാർക്ക് പോകും. പിന്നെ പ്രധാനപ്പെട്ട കീവേഡ് നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്, പ്രധാനപ്പെട്ട കീവേഡ്സ് ഉണ്ടാവും. ആ കീവേഡ്സ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, സോൾവ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി ചോദ്യം നമ്പർ ഇടണം. അതുപോലെ തന്നെ ഓർഡറിൽ വേണം നമ്മൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്യാൻ വേണ്ടി. തെറ്റിച്ച് ലേബൽ ചെയ്യരുത്. ഇവൻ തോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ ലേബൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ABCD ക്രമത്തിലാണെങ്കിൽ അതേ ക്രമത്തിൽ തന്നെ ലേബൽ ചെയ്യാനും മടിക്കരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോൾവ് ദ ക്വസ്റ്റ്യൻസ് അപ്പാർട്ട് ബേസ്ഡ് ഓൺ ദ മാർക്ക് ഗിവൺ. തന്നിരിക്കുന്ന മാർക്കിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതണം. അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഓക്കെ, ഇത്രയുമാണ് മെയിൻലി പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എന്തിൻ്റെ ഫിഗറാണോ വരക്കുന്നത് അതെന്താണെന്നുള്ളത് അതിൻ്റെ താഴെ ഒന്ന് ലേബൽ ചെയ്യുന്നത്, റൈറ്റ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫിഗറാണ് നിങ്ങൾ വരക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെ, അതൊന്നും നമുക്ക് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, എന്നാലും ഞാൻ പറയുന്നു. ഇപ്പോൾ ന്യൂറോണിൻ്റെ ഈ ഫിഗറാണ് വരക്കേണ്ടതെങ്കിൽ അതിൻ്റെ താഴെ സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ എന്നെഴുതാൻ മടിക്കരുത്. നിർബന്ധമായി എഴുതേണ്ട കാര്യങ്ങളാണ്. ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് കുറച്ച് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച്, 5 മാർക്കിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ നോക്കണം, 5 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ ചുരുങ്ങിയ സമയത്തിൽ 5 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ചിത്രം തന്നിരിക്കുന്നത് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫിഗറാണ്. ഈ തന്നിരിക്കുന്ന ഫിഗർ നമുക്കറിയാം അൺലേബിൾഡ് ഡയഗ്രമാണ്. ഞാൻ പറഞ്ഞു ഒന്നുകിൽ ലേബിൾഡ് ഡയഗ്രം തരാം, അല്ലെങ്കിൽ അൺലേബിൾഡ് തരാം. ഇവിടെ തന്നിരിക്കുന്നത് അൺലേബിൾഡ് ആണ്, ലേബിൾഡ് അല്ല. ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, 3 മാർക്കിൻ്റെ ചോദ്യം എന്താ, ലേബൽ 1 to 9. ഈ 1 മുതൽ 9 വരെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 മാർക്കാണ് കിട്ടുന്നത്. നിങ്ങളത് ആലോചിക്കണേ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈസി ആയിട്ട് കിട്ടും നമുക്ക്. ഒന്ന് മൗത്താണ്,
ഇനി ഏതെങ്കിലും ഒരു കുഞ്ഞ് ബക്കൽ ക്യാവിറ്റി എന്ന് എഴുതിയാലും അതിന് മാർക്ക് കിട്ടും. ഏതെങ്കിലും ഒരു കുഞ്ഞ് ബക്കൽ ക്യാവിറ്റി എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളതെങ്കിൽ മാർക്ക് കിട്ടും. കാരണം ഉള്ളിലുള്ള സ്പേസ് ബക്കൽ ക്യാവിറ്റിയാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് ആണ്. ഇനി ഏതെങ്കിലും ഒരു കുഞ്ഞ് അവിടെ ഫുഡ് പൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിക്ക് മാർക്ക് കൊടുക്കണം എന്നാണ്. അതിന് മാർക്ക് കിട്ടും. ഇനി മൂന്നാമത്തേത് നോക്കിക്കേ കുട്ടികളെ, അത് സ്റ്റൊമക്കാണ്. മൂന്നാമത്തെ നോക്കിക്കേ, സ്റ്റൊമക്കാണ്. നാലാമത്തെ എന്താ, നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നത്, 3 4 എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ കണ്ടോ കണ്ടോ. ഇനി 5 എന്താണ്, 5 നോക്കിക്കേ നിങ്ങൾ, 5 ലാർജ് ഇൻറ്റസ്റ്റൈൻ കേട്ടോ. 5 ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്, വൻകുടലാണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ് 5. 6 എന്താണ് നോക്കിയേ കുട്ടികളെ, 6 എന്ന് പറയുന്നത് ഈ ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗ് വിളിക്കുന്ന പേര് എയ്നസ് എന്നാണ്. ഓക്കെ, എയ്നസ് ആണ്. ഇനി 7 എന്ന് പറയുന്നത് എന്താ, 7 എന്ന് പറയുന്നത് ടെമ്പററിലി ഫീക്കൽ മാറ്റർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഭാഗം റെക്റ്റമാണ്, റെക്റ്റം. 8 എന്താണ്, 8 ഇവിടെ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ്, പാൻക്രിയാസ് ആണത്, പാൻക്രിയാസ്. 9 എന്താണ്, 9 ദാ ഈ ഗ്ലാൻഡ് ആണ്, അത് ലിവറാണ്. കണ്ടോ, ഇത് ലേബൽ ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി. ഈസി ആയിട്ട് 3 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന്, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒന്ന് നോക്കിക്കേ. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് 2. പാർട്ട് 2 ഈസോഫാഗസാ അല്ലേ, പാർട്ട് 2 എന്ന് പറയുന്നത് ഈസോഫാഗസാ. അദ്ദേഹം എന്താ ചെയ്യുക, ട്രാൻസ്ഫർ ഫുഡ് ഫ്രം ബക്കൽ ക്യാവിറ്റി ടു സ്റ്റൊമക്ക് അല്ലേ. ബക്കൽ ക്യാവിറ്റിയിൽ നിന്നുള്ള ഫുഡിനെ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ്, നമ്മൾ ഇനീഷ്യൽ ഡൈജഷൻ തുടങ്ങുന്ന മൗത്തിലാണ്, ബോളസ്, അതിനെ സ്റ്റൊമക്കിലേക്ക് എത്തിക്കുന്നത് ഈസോഫാഗസ് ആണ്. അവിടെയുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അങ്ങനെ എഴുതി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയ ഇവിടെ, 1 മാർക്ക്. 4 മാർക്ക് അനായാസം കിട്ടിയേ. ലാസ്റ്റ് 1 മാർക്കിന് ചോദ്യം എന്താ, സ്റ്റേറ്റ് ദ സെക്രീഷൻ ദാറ്റ് ഒക്വർ ഫ്രം 8 and 9. 8 9 ഒക്വർ ചെയ്യുന്ന സെക്രീഷൻ. 8 എന്താ, 8 നമുക്കറിയാം പാൻക്രിയാസ്, 8 പാൻക്രിയാസാ. 9 എന്താണ്, 9 ലിവറാണ്. അപ്പൊ നമുക്ക് സെക്രീഷൻ അറിയാം, പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലേ, പാൻക്രിയാറ്റിക് ജ്യൂസ്. ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് ബൈൽ ജ്യൂസ് ആണ്. കണ്ടോ എത്ര പെട്ടെന്ന് നമുക്ക് മാർക്ക് കിട്ടിയേ, 5 മാർക്ക്. നിസ്സാര മാർക്കുകളാണോ, അല്ല, 5 മാർക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 1 ഇവിടെ 3 മാർക്ക്, ഇവിടെ 1 മാർക്ക്, ഇവിടെ 1 മാർക്ക്. 3 + 1 4, 4 + 1 5 മാർക്ക് അനായാസം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. നെയിം ദ പാർട്ട് ABC ഷോൺ ഇൻ ദ ഫോളോവിംഗ് ഡയഗ്രാം, സ്റ്റേറ്റ് 1 ഫംഗ്ഷൻ ഓഫ് ഈച്ച്. 3 മാർക്ക് അനായാസം നിസ്സാരമായി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടാൽ അറിയാം. എ ഈ ഭാഗം അത് ആന്തർ ആണ്, ആന്തർ. ബി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ബി എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, സ്റ്റൈലാണത്, പിസ്റ്റിലിന്റെ ഭാഗമാണ് സ്റ്റൈല്. പിന്നെ സി എന്ന് പറയുന്നത് ഓവറിയാണ്. കണ്ടോ, അപ്പൊ ഇത് ലേബൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ 1.5 മാർക്ക് ലഭിച്ചു. ഇനി വീണ്ടും 1.5 മാർക്ക് ലഭിക്കേണ്ടത് അതിന്റെ ഫങ്ഷൻസ് എഴുതിയാലാണ്. ആന്തർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പറയേണ്ടത്, ആന്തർ എന്ന് പറയുന്നത് അതിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടെന്നും മെയിൽ ഗമീറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നു. പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ആന്തർ വിച്ച് കണ്ടെയ്ൻ മെയിൽ ഗമീറ്റ്. ഇനി സ്റ്റൈലിന്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് ഹെൽപ്പ് വിത്ത് ദി ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗമീറ്റ് ഓർ വി ക്യാൻ സേ പോളൻ ട്യൂബ് അല്ലേ. ഇറ്റ് ഗൈഡ് ദി പോളൻ ട്യൂബ് ടുവേർഡ്സ് ഓവറി അല്ലെങ്കിൽ ഒവ്യൂള്, അതിന് സഹായിക്കുന്ന ഭാഗമാണ് സ്റ്റൈല്. പിന്നെ ഓവറിയുടെ ഫംഗ്ഷൻ പറയുകയാണ്, ഓവറി കൺസിസ്റ്റ് ഓഫ് ഒവ്യൂള് അല്ലേ. അതിലാണ് നമ്മളെ എഗ് സെൽസ് ഒക്കെ ഉള്ളത്, എഗ് അല്ലേ. ആ എഗ് സെല്ല് ഫീമെയിൽ ഗമീറ്റ് ആണ്, അവിടെയാണ് ഫ്യൂഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. സോ അതൊക്കെയാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. ഇനിയിപ്പോൾ വേറൊരു ചോദ്യം കൂടി നമുക്ക് പരിചയപ്പെടാം. ഒരു ചോദ്യം കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ചോദ്യം ശ്രദ്ധിച്ചേ. The given figure shows the vertical section of human heart in which the walls are missing. Identify AB in the given diagram. Given figure AB എന്താണ്? See, A എന്ന് പറയുന്നത് എന്താ, ഇവിടെ നോക്കിയേ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ, മുകളിൽ നിന്നായ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്ന ആളാണ്. സോ അത് വെന്ന കേവയാണ്, വെന്ന കേവ ഓർ വീന കാവ ആണ്. താഴേന്ന് വരുന്നത് ഇൻഫീരിയറും മുകളിൽ നിന്ന് സുപ്പീരിയറുമാണ്.
ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വെന്ന കേവ. നിങ്ങൾ ജസ്റ്റ് വെന്ന കേവ എന്ന് കൊടുത്താൽ മതി. ഇനി ബി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. ബി എന്താണ്? നോക്കിക്കട കുട്ടികളെ, ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്ന ആളാണ്. അതാരാണ്? അത് പൾമണറി വെയിൻ ആണ്. പൾമണറി വെയിൻ ആണ്. പൾമണറി വെയിൻ. അപ്പൊ ഈസി ആയിട്ട് എ ബി എന്താണെന്ന് പറഞ്ഞാൽ തന്നെ മാർക്ക് അവിടെ കിട്ടി. യെസ് ഓർ നോ? യെസ്. എ ഈസ് വെന്ന കേവ, ബി ഈസ് പൾമണറി വെയിൻ. ഇനി വേർ ഡസ് എ ആൻഡ് ബി പാസ് ബ്ലഡ് ഇൻ ടു? എ പാസ് ചെയ്യുന്നത് റൈറ്റ് ഏട്രിയം, ബി പാസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഏട്രിയം. കണ്ടോ? എ പാസ് ചെയ്യുന്നത് റൈറ്റ് ഏട്രിയം, ബി പാസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഏട്രിയം. എഴുതി അവിടെ ഒരു മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് വാട്ട് കൈൻഡ് ഓഫ് ബ്ലഡ് ഫ്ലോസ് ത്രൂ എ ആൻഡ് ബി? അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ഹാർട്ടിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ്, ലെഫ്റ്റ് സൈഡ് ഡീൽസ് വിത്ത് ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പൊ ഇവിടെ എ ഡീൽ ചെയ്യുന്നത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. എ ഡീൽ ചെയ്യുന്നത് ഡി ഓക്സിജനേറ്റഡ് ബ്ലഡും ബി ഡീൽ ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡും ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ അത് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കിട്ടി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഡബിൾ സർക്കുലേഷൻ? ഇൻ ഹ്യൂമൻ ബീയിങ് വൺ കാർഡിയാക് സൈക്കിൾ, അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ ബ്ലഡ് 2 times ഹാർട്ടിലേക്ക് വരും. ബ്ലഡ് ഫ്ലോസ് 2 times ഇൻ ടു ദ ഹാർട്ട്. 2 സർക്കുലേഷൻസ് ഉണ്ട്, സിസ്റ്റമിക് ആൻഡ് പൾമണറി സർക്കുലേഷൻ. അവിടെ സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആൻഡ് റീച്ചസ് റൈറ്റ് ഏട്രിയം. പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്ട്സ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ എൻഡ് ഇൻ ലെഫ്റ്റ് ഏട്രിയം. ആ ഒരു കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചാൽ ഒരു മാർക്കിന്റെ ചോദ്യമാണ്, അത്ര എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയേ, അനായാസം നിങ്ങൾക്ക് 3ഉം 1ഉം 4ഉം 1ഉം 5ഉം 4ഉം 1ഉം 5 മാർക്ക് നേടി. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാമല്ലോ. ഇനി അടുത്തതായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ, നമ്മുടെ ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ചില ഡയഗ്രാംസ് വളരെ പെട്ടെന്ന് ഒന്ന് നോക്കി പോകാം. ലൈഫ് പ്രോസസ്സസിൽ നിന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് സ്റ്റൊമാറ്റ ഓപ്പണിംഗ് ആൻഡ് സ്റ്റൊമാറ്റ ക്ലോസിംഗ്. 2026 നമ്മുടെ ചോദ്യ പേപ്പറിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം സ്റ്റൊമാറ്റ ചോദിക്കുമെന്നാണ്. സ്റ്റൊമാറ്റ റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ഡയഗ്രാം തന്നെ ആവണമെന്നില്ല, സ്റ്റൊമാറ്റ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. സോ നമുക്ക് നോക്കാം, ചോദ്യ പേപ്പർ വരുമ്പോൾ നമുക്ക് നോക്കാം സ്റ്റൊമാറ്റ റിലേറ്റഡ് ക്വസ്റ്റ്യൻ അതിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അമീബയുടെ ന്യൂട്രീഷനാണ്. 2 മാർക്കിനൊക്കെ വരക്കാൻ ചോദിക്കാം. അമീബയുടെ ന്യൂട്രീഷൻ ശ്രദ്ധിക്കുക. ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, അതിന്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറ്റണം, നിർബന്ധമാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സാറ് പറയുന്നത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാവണം. എവിടുന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, ഗ്ലാൻഡുകൾ എവിടെയൊക്കെ വരുന്നു എന്ന നല്ലൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഇത് വരച്ചു നോക്കണം. എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നേ ഒരിക്കലെങ്കിലും വരച്ചു നോക്കിയിരിക്കണം. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചാർട്ടാണ്. 100% ഉറപ്പ് നിർബന്ധമായും നമ്മുടെ പരീക്ഷയിൽ 2026 ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾ കണ്ടിരിക്കും. 100% ഉറപ്പാണ്. അത് എങ്ങനെയും ചോദിക്കാം, MCQ ആയിട്ടോ 2 മാർക്കായിട്ടോ 3 മാർക്കായിട്ടോ എങ്ങനെ വേണം ചോദിക്കാം, പക്ഷേ ചോദ്യം ഉണ്ടാവും. അപ്പൊ ഇത് നിർബന്ധമായി നോക്കണം. ഫസ്റ്റ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ്, ഹാപ്പൻസ് ഇൻ ദ സൈറ്റോപ്ലാസം, ചെറിയ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. പിന്നീട് ഈസ്റ്റിൽ നടക്കുന്നത് നോക്കണം. ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ എത്തനോൾ CO2 എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. മസിൽ സെൽസിൽ ലാക്ക് ഓഫ് ഓക്സിജൻ കണ്ടീഷനിൽ ലാക്റ്റിക് ആസിഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ന് മൈറ്റോകോൺട്രിയയിലാണെങ്കിൽ CO2 H2O എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ഹയർ എനർജി. ഇതൊക്കെ പഠിക്കണം. ഇവിടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിനേക്കാൾ ഹൈ എനർജി ഇവിടെയാണ്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇത് സംഭവിക്കുന്ന മൈറ്റോകോൺട്രിയയിലാണ്, ക്രബ് സൈക്കിൾ. സോ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ്. എക്സ്റ്റേണൽ നോസ്ട്രിൽ തുടങ്ങി ആൽവിയോളി വരെ എങ്ങനെ എയർ കടന്നു പോകുന്നു. അവിടെ ട്രക്കിയ വരുന്നത്, അതിന് മുന്നേ തന്നെ ഫാരിങ്സ്, ലാരിങ്സ്, ദെൻ ട്രക്കിയ, ബ്രോങ്കസ്, ബ്രോങ്കിയോള്, ആൽവിയോളി. ആ ഒരു പാത്വേ പഠിക്കണം, നിർബന്ധം. പ്രത്യേകിച്ച് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഒരു പക്ഷേ ഇതൊക്കെ റാൻഡമായി കൊടുക്കും ചോദ്യപേപ്പറിൽ, എന്നിട്ട് അലൈൻ ചെയ്യാൻ പറയും. എയർ കടക്കുന്ന രീതി അലൈൻ ചെയ്യാൻ പറയും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഫാരിങ്സ് കഴിഞ്ഞാണ് ലാരിങ്സ്, അത് കഴിഞ്ഞാണ് ട്രക്കിയ. പിന്നെ ട്രക്കിയയിലുള്ളിലെ C ഷേപ്പ്ഡ് റിങ്, കാർട്ടിലേജിനസ് റിങ്, അതിന്റെ ഫങ്ഷൻ. അപ്പോൾ ഒരു ഡയഗ്രാം തന്ന അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിവെയർ. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
എന്താണ് ഇത് ഡയഫ്രത്തിന്റെ റോള്? നമ്മൾ ഇൻഹലേഷൻ നടക്കുമ്പോൾ എക്സലേഷൻ നടക്കുമ്പോൾ ഡയഫ്രത്തിന് എന്ത് സംഭവിക്കുന്നു? റിബ്സിന് എന്ത് സംഭവിക്കുന്നു? തൊറാക്സിക് പ്രഷറിന് എന്ത് സംഭവിക്കുന്നു? തൊറാക്സിക് വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു? ആ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് നോക്കി വെക്കണേ, നിർബന്ധമാണ്. പിന്നെ ഹാർട്ടാണ്. ഹാർട്ടിന്റെ ചേംബറുകൾ എത്ര എണ്ണം? വാൽവുകൾ മാറരുത്. ഇപ്പുറത്ത് ട്രൈകസ്പിഡും ഇപ്പുറത്ത് ബൈകസ്പിഡ് വാൽവുമാണ്. ബൈകസ്പിഡ് വാൽവിനെ മിട്രൽ വാൾവ് എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഏട്രിയം ഓറിക്കിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. പിന്നെ വെൻട്രിക്കിൾസിന്റെ വാള് തിക്കർ ആണെന്നുള്ള കാര്യം, ഏട്രിയത്തെ കമ്പയർ ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസിന്റെ വാള് തിക്കറാണ്. വെൻട്രിക്കിൾസിന് ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോർത്ത് വെക്കുക. പിന്നെ ഈ സൈഡ് ഡീഓക്സിഡേറ്റഡ് ബ്ലഡും ലെഫ്റ്റ് സൈഡ് ഓക്സിജനേറ്റഡുമാണ്. അതിൽ തന്നെ നമ്മൾ ഡബിൾ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് വെൻട്രിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് പൾമണറി ആർട്ടറി വഴി പോയി ലങ്സിൽ പോയി ഓക്സിജനേറ്റഡ് ആയി പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു, പഠിക്കണം. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോട്ട വഴി ബോഡി പാർട്സിലേക്ക് പോയി ഡീഓക്സിജനേറ്റഡ് ആയി അത് റൈറ്റ് ഏട്രിയത്തിലേക്ക് വെന്ന കൈ വഴി എത്തുന്നു. അതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും പഠിച്ചിരിക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എക്സ്ക്രീഷൻ ഏരിയയിൽ വരുമ്പോൾ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതിൽ നമുക്ക് പെയർ ഓഫ് കിഡ്നി, പെയർ ഓഫ് യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറീട്ര. പിന്നെ കൃത്യമായി നോക്കുക, കിഡ്നിയുടെ ഉള്ളിൽ ഫിൽട്ടർ ചെയ്യാൻ കൊണ്ടുപോകുന്ന ബ്ലഡ് റീനൽ ആർട്ടറി, ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ബ്ലഡ് റീനൽ വെയിൻ. ഓക്കെ, ഫിൽട്ടർ ചെയ്യാൻ കൊണ്ടുവന്ന റീനൽ ആർട്ടറി, ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് ബ്ലഡ് വരുന്നത് റീനൽ വെയിൻ ആണ്. യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് കിഡ്നിയിലാണ്. കിഡ്നിയിലെ നമ്മുടെ നെഫ്രോൺ ആണ് ഫിൽട്ടറിങ് യൂണിറ്റ്സ്. നെഫ്രോണും ന്യൂറോണും മാറരുത്. എഗെയിൻ ഐ റിപ്പീറ്റ്, നെഫ്രോണും ന്യൂറോണും രണ്ടും രണ്ടാണ്. ന്യൂറോൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം ആണ്. നെഫ്രോൺ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ആണ്. ഒരു കാരണവശാലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അപ്പൊ ഇതിലെ ഭാഗങ്ങൾ ട്യൂബുലാർ പാർട്ട് ഓഫ് ദ നെഫ്രോണിന്റെ റോള്, അബ്സോർബിങ് എസെൻഷ്യൽ സബ്സ്റ്റൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ബൗമാൻസ് കാപ്സ്യൂളിന്റെ ഉള്ളിൽ ഗ്ലോമെറുലസ്, ഇവിടെയാണ് അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നത്. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യുന്നു. ആ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റിലെ യൂസ്ഫുൾ സബ്സ്റ്റൻസിലെ ബ്ലഡ് കാപ്പിലറിയിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യുന്നു. ഇനി അൺവാണ്ടഡ് ആയിട്ട് സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നു. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ നടക്കുന്നു. കളക്ടിങ് ഡക്റ്റിൽ അവസാനം യൂറിൻ ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് നെഫ്രോണിന്ന് ഇങ്ങനെ യൂറിൻ ഫോം ചെയ്ത് കളക്ടിങ് ഡക്റ്റ് ഇങ്ങനെ കളക്ട് ചെയ്ത് അത് പെൽവീസിലൂടെ യൂറീറ്ററിലേക്ക് പോകുന്നു. യൂറിനറി ബ്ലാഡറിൽ യൂറിൻ കളക്ട് ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, നെഫ്രോണിന്റെ ഫിഗർ അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ഈ ഫിഗറെങ്കിലും ഒന്ന് വരച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഇനി കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലേക്ക് വരുമ്പോൾ ന്യൂറോണിന്റെ ഫിഗർ തന്നെയാണ് നോക്കേണ്ടത്. അതിന്റെ ലേബലിങ്സ് നന്നായിട്ട് നോക്കണം. റോൾ ഓഫ് നെർവ് എൻഡിങ്ങിലെ സിനാപ്റ്റിക് നോബിന്റെ റോളൊക്കെ നന്നായിട്ട് പഠിക്കുക. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഒന്ന് നോക്കണം, നിർബന്ധമാണ് കേട്ടോ. പിന്നെ നമ്മുടെ റിഫ്ലക്സ് ആർക്കാണിത്. റിഫ്ലക്സ് ആർക്കിന്റെ ഭാഗങ്ങൾ പഠിക്കണം. റിസപ്റ്റർ, ദെൻ സെൻസറി ന്യൂറോണ്, പിന്നെ സ്പൈനൽ കോഡിന്റെ ഉള്ളിലുള്ള റിലേ ന്യൂറോണ്, അത് കഴിഞ്ഞാൽ മോട്ടോർ ന്യൂറോണ്, റിലേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ ഇഫക്റ്റർ. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം. പിന്നെ നമ്മൾ സ്പൈനൽ കോഡിൽ നിന്ന് മെസ്സേജ് ബ്രെയിനിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് അത്യാവശ്യമാണ്. പിന്നെ ബ്രെയിൻ ഒന്ന് നോക്കി വെക്കണം. ബ്രെയിൻ്റെ പാർട്സ് നോക്കണം. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ സെറിബ്രോം, ഡയൻസഫലോൺ, നമ്മുടെ തലാമസ്, ഹൈപ്പോതലാമസ് പോലുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. മിഡ് ബ്രെയിൻ ഫോർ ബ്രെയിനെയും ഹൈൻഡ് ബ്രെയിനെയും കണക്ട് ചെയ്യുന്നുള്ള കാര്യം. ഹൈൻഡ് ബ്രെയിനിൽ സെറിബെല്ലം, പോൺസ്, മെഡുല വരുന്ന കാര്യം. പിന്നെ ഏറ്റവും പ്രധാനമായും ബ്രെയിനിൽ ശ്രദ്ധിക്കേണ്ടത് ഫങ്ഷൻസ് തന്നിട്ട് ഏത് ബ്രെയിൻ പാർട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. 100% ഉറപ്പുള്ളൊരു ചോദ്യമാണ്. ഫങ്ഷൻസ് തന്നിട്ട് ഏത് ബ്രെയിൻ പാർട്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ ബ്രെയിൻ നമുക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഭാഗമല്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സോ അത് നോക്കണം. പിന്നെ നമ്മുടെ മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സിൽ ട്രോഫിക് മൂവ്മെന്റും നാസ്റ്റിക് മൂവ്മെന്റും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. നാസ്റ്റിക് ഞാൻ ട്രോഫിക് മൂവ്മെന്റ് കൊടുത്തു, നാസ്റ്റിക് മൂവ്മെന്റും ചോദിക്കും. അപ്പൊ ഡ്രോപ്പിംഗ് ഓഫ് ടച്ച് മീ നോട്ട് മൈമോസ പ്യൂഡിക്ക ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. ഇത് ട്രോഫിക് മൂവ്മെന്റ് ആണ്. ഫോട്ടോട്രോപിക് മൂവ്മെന്റും അതുപോലെ തന്നെ ജിയോട്രോപിക് മൂവ്മെന്റും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എവിടെയൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടാവണം. തൈറോയിഡ് ഗ്ലാൻഡ് നെക്ക് റീജിയനിലാണെന്നും അഡ്രീനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ എബോ ആണെന്നും അങ്ങനെയുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസിലേക്ക് വരുമ്പോൾ നമ്മൾ ബൈനറി ഫിഷൻ ഇൻ അമീബ അതുപോലെ തന്നെ ലെയ്ഷ്മാനിയയിൽ നടക്കുന്നത്
ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇൻ കേസ് നമുക്ക് ഈ ഫിഗർ തന്നിട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ബൈനറി ഫിഷൻ ആണെന്ന് പറയാനെങ്കിലും പറ്റണം. പിന്നെ പ്ലാസ്മോഡിയത്തിലെ മൾട്ടിപ്പിൾ ഫിഷനും അതുപോലെ തന്നെ നമ്മുടെ പ്ലനേറിയയിലെ റീജനറേഷനും ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഡയഗ്രാംസ് നന്നായി മനസ്സിലുണ്ടാവട്ടെ. പിന്നെ സ്പൈറോഗൈറയിലെ ഫ്രാഗ്മെന്റേഷൻ, ദെൻ ഇവിടെ ബഡ്ഡിങ് ഇൻ ഹൈഡ്ര, പിന്നെ ഫ്ലവർ നമ്മുടെ സെക്ഷൻ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് ദ ഫ്ലവർ, അതിൽ പിസ്റ്റിലിന്റെ ഭാഗം സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി, പിന്നെ ഓവറിക്കകത്ത് ഓവ്യൂൾ ഉണ്ടെന്നും, പിന്നെ അതുപോലെ തന്നെ സെപ്പൽസ്, പെറ്റൽസ്, പിന്നെ നമ്മുടെ സ്റ്റേമന്റെ ഭാഗം ഫിലമെന്റ്, ആന്തർ, അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് അത്യാവശ്യമാണ്. പിന്നെ പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് നമ്മളെ ഈ സ്റ്റൈലിന്റെ ഉള്ളിലെ കൂടി പോകുന്നു. ആ സ്റ്റൈലിന്റെ ഉള്ളിലെ കൂടി പോകുന്ന പോളൻ ട്യൂബിന്റെ ഉള്ളിലും ഗമീറ്റുകൾ പോകുന്നതും ആ കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇതൊന്ന് നോക്കി വെക്കണേ. നമുക്കൊരു സാധ്യത കാണുന്നു, അതായത് ഒരു സീഡിന്റെ ജെർമിനേറ്റിംഗ് സീഡ്, ഒരു വിത്ത് മുളക്കുമ്പോൾ അതിന്റെ ഭാഗങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പ്ലമ്യൂൾ ആൻഡ് റാഡിക്കൽ അവിടെ ഈസി ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റാഡിക്കൽ സ്റ്റാർട്ട് വിത്ത് ആർ, റാഡിക്കൽ ആണ് റൂട്ടായിട്ട് മാറുക. ഫ്യൂച്ചർ റൂട്ട് റാഡിക്കലും പ്ലമ്യൂള് ഫ്യൂച്ചർ ഷൂട്ടുമാണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഇത് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒന്ന് നന്നായിട്ട് ഒന്ന് നോക്കണേ. പരീക്ഷയിൽ ചോദിച്ചാലും നമുക്കത് എഴുതാൻ പറ്റണം. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അടുത്തത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അതിൽ വരുന്ന ഭാഗങ്ങൾ ടെസ്റ്റിസു, വാസ് ഡിഫറൻസ്, ദെൻ പെനിസ്, പിന്നെ നെസസറി ആയിട്ടുള്ള ഗ്ലാൻഡ്സ് ഉണ്ട് അല്ലേ, നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, കൗപ്പേഴ്സ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ സ്ക്രോട്ടം, റോൾ ഓഫ് സ്ക്രോട്ടം ചോദിക്കും. ഒരു പക്ഷെ ഫിഗർ തന്നിട്ട് സ്ക്രോട്ടം അവിടെ എ എന്ന് കൊടുത്തിട്ടുണ്ടാവും. എ എന്താണെന്ന് ചോദിക്കും, ദാറ്റ് ഈസ് സ്ക്രോട്ടം. ദെൻ വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് എ? ടെമ്പറേച്ചർ റെഗുലേഷൻ ഫോർ സ്പെർമാറ്റോജനസിസ്, സ്പേം പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള നെസറി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്ക്രോട്ടത്തിനുള്ളത്. അതിനനുസരിച്ചിട്ട് സ്ക്രോട്ടൽ സാക്ക് വലുതാവും ചെറുതാവാനൊക്കെ പറ്റും. ഓക്കെ, റെഡി, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഓവറി, ദെൻ ഫെലോപ്പിയൻ ട്യൂബ്, ദെൻ യൂട്രസ്, സെർവിക്സ്, വജൈന, ഓരോ ഭാഗം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇനി ഹെറിഡിറ്റിയിലേക്ക് വരുമ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ വളരെ അത്യാവശ്യമാണ്. അത്യാവശ്യം നിങ്ങൾക്ക് സെക്സ് ഡിറ്റർമിനേഷൻ വരക്കാൻ വേണ്ടി പറ്റിയിരിക്കണം, ട്രൈ ചെയ്യണം. കാരണം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ നോക്കി വായിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പരീക്ഷയിൽ പോകുമ്പോൾ കഷ്ടപ്പാടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഇത് ചെയ്തൊന്ന് നോക്കണം. എല്ലാവരും ചെയ്തൊന്ന് നോക്കണേ. സെക്സ് ഡിറ്റർമിനേഷൻ അവർ എൻവയോൺമെന്റിൽ അത്യാവശ്യം ഫുഡ് ചെയിനും ഫുഡ് വെബും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ചെയിൻ, സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് വെബ്. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ, ഫോർ എക്സാമ്പിൾ ഫുഡ് ചെയിൻ യൂണി ഡയറക്ഷനിലാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ഇഫ് യു ചൂസ് എൻ എക്സാമ്പിൾ ആൻഡ് ഇഫ് യു എക്സ്പ്ലെയിൻ മീൻസ് അതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഒരു സിമ്പിൾ ഫുഡ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ചോദിക്കും. പിന്നെ പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് നമ്പർ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്, മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ദ ഫ്ലോ ഓഫ് എനർജി, ഞാൻ പറഞ്ഞ ഫ്ലോ ഓഫ് എനർജിയുടെ കാര്യങ്ങൾ നോക്കണം. ഇനി ഇപ്പോൾ അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ ഈ സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ആദ്യം തന്നെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഹൗ ടു പ്രിപ്പയർ, എങ്ങനെ തയ്യാറെടുക്കണം. ഒരുപാട് മക്കൾക്കുള്ള ഒരു സംശയമാണ് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളത്. അതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ഗോ ത്രൂ ഓൾ ദി ലേബിൾഡ് ഡയഗ്രാംസ് ഇൻ ദ ബുക്ക്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഡയഗ്രാംസും ലേബിൾഡും അൺലേബിൾഡും ആയിട്ടുള്ള ഡയഗ്രാംസ് നോക്കണം. ലേബിൾഡ് ഡയഗ്രാംസ് എടുത്ത് പറയുന്നത് ലേബലിങ്സ് ഏതൊക്കെ ഭാഗങ്ങൾ എന്നതാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കണം. സംടൈംസ് ടെക്സ്റ്റ് ബുക്കിലെ 3D ഏതെങ്കിലും ഫിഗർ ഉണ്ടെങ്കിൽ 2D ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ 3D നിന്ന് 2Dയിലേക്ക് വരുമ്പോൾ ആ ഇൻ്റർഫേസ് മാറുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല, പഠിച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ലേബലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ചോദ്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ലേബൽ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഇരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബ്രെയിനിൽ തലാമസ്, ഹൈപ്പോതലാമസ്, ഞാൻ എക്സാമ്പിൾ പറയാണ്. അപ്പോൾ തലാമസിൻ്റെ നേരെ താഴെയാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ലേബലിംഗ് വന്നപ്പോൾ തലാമസിലേക്കായിരിക്കും ലേബലിംഗ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഹൈപ്പോതലാമസ് ആണെന്ന് തോന്നാം. അപ്പോൾ ചിത്രം നേരെ ശ്രദ്ധിക്കാതെ, ലേബലിംഗ് നേരെ ശ്രദ്ധിക്കാതെ ഹൈപ്പോതലാമസ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോയി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ലേബലിംഗ് വളരെ ശ്രദ്ധിക്കണം.
അപ്പോൾ ഒരു ഡയഗ്രത്തിലെ ഇമ്പോർട്ടന്റ് പാർട്ടുകളുടെ നേരത്തെ പറഞ്ഞ പോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സ്ക്രോട്ടൽ സാക്ക്, സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചു. ടെമ്പറേച്ചർ റെഗുലേഷൻ ഫോർ സ്പേം പ്രൊഡക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം, ഓരോ പാർട്ടിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. ഒരു സ്ട്രക്ചറിന്റെ ഷോർട്ട് ഡെഫിനിഷൻ എക്സ്പ്ലനേഷൻ അറിഞ്ഞിരിക്കണം. അതായത് ന്യൂറോൺ, സ്ട്രക്ചറൽ ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം, നെഫ്രോൺ, സ്ട്രക്ചറൽ ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മളെ പ്രിപ്പറേഷൻ അതികഠിനമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിച്ചതിലും അപ്പുറത്തുള്ള മാർക്ക് നേടാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൈലം എന്നും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എല്ലാ മക്കൾക്കും നല്ലൊരു വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ, സ്റ്റേ സേഫ്.